കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ശ്രീനാരായണ ഗുരു 1856 1928. സാമൂഹിക പരിഷ്കർത്താവും സന്യാസി വര്യനും അദ്വൈത ചിന്തകനും വേദാന്തിയുമായിരുന്ന ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരത്ത് വീട്ടിൽ ജനിച്ചു. പിതാവ് മാടനാശാനും മാതാവ് കുട്ടിയമ്മയും. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി ബന്ധിപ്പിച്ചിരുന്ന കണ്ണി ഡോക്ടർ പൽപ്പു ആയിരുന്നു. സ്വാമി വിവേകാനന്ദൻ നിർദ്ദേശിച്ചതനുസരിച്ച് രൂപം കൊണ്ടതാണ് അരുവിപ്പുറത്ത് രൂപം കൊണ്ട വാവൂട്ട് യോഗം എന്ന പ്രസ്ഥാനവും അതിന്റെ വികസിത രൂപമായ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘവും. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. 1903 സ്ഥാപിതമായ NNDP യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുവിനെയും സെക്രട്ടറിയായി കുമാരനാശാനെയും തിരഞ്ഞെടുത്തു. കൊല്ലവർഷം 1087 അദ്ദേഹം വർക്കലയിൽ ശാരദ പ്രതിഷ്ഠയും 1090 ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് അദ്വൈതാശ്രമവും സ്ഥാപിച്ചു. 1922 ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധിയായി. കെ. കേളപ്പൻ 1890 1971. കേരള ഗാന്ധി എന്ന അപരനാമം തികച്ചും അന്വർത്ഥമാക്കുന്ന രീതിയിൽ സ്വന്തം ദേശത്തിന്റെ പുരോഗതിക്കായി ആത്മസമർപ്പണം ചെയ്ത മഹാനായിരുന്നു കെ. കേളപ്പൻ. പയ്യോളിക്കടുത്ത് മൂടാടിയിൽ 1890 സെപ്റ്റംബർ 9 ജനിച്ചു. 1914 ചങ്ങനാശ്ശേരി സെന്റ് ബെർക്കുമാൻസ് കോളേജിൽ അധ്യാപകനായിരിക്കെ മന്നത്ത് പത്മനാഭനുമായി പരിചയപ്പെട്ടു. പൊന്നാനി താലൂക്കിലെ കോൺഗ്രസ് സെക്രട്ടറിയായി പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹം 1921 മാപ്പിള ലഹള ശമിപ്പിക്കുന്നതിൽ സജീവമായി ഇടപെട്ടു. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് തടവ് ശിക്ഷ അനുഭവിച്ചു. 1929 മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്നു. 1930 കോഴിക്കോട്ട് നിന്നും പയ്യന്നൂർക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹവും അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. 1951 കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. പത്മശ്രീ നൽകി ആദരിക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. 1971 ഒക്ടോബർ 6 അന്തരിച്ചു. ആദിശങ്കരൻ 788 820. സനാതനധർമ്മം ആലസ്യത്തിലാണ്ടുപോയ ഒരു നിർണായക ഘട്ടത്തിൽ അദ്വൈതാമൃത വർഷം ചൊരിഞ്ഞ് അതിന് പുതുജീവൻ പകർന്ന യുഗപ്രഭാവനാണ് ആദിശങ്കരൻ. അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനയാണ് അദ്വൈത സിദ്ധാന്തം. ആലുവയ്ക്കടുത്ത് കാലടിയിൽ AD 788 ജനനം. ഗുരു ഗോവിന്ദാചാര്യർ ആയിരുന്നു. അദ്വൈത ചിന്താ പ്രചരണാർത്ഥം അദ്ദേഹം ഭാരതത്തിന്റെ 4 ഭാഗങ്ങളിലായി 4 സന്യാസി മഠങ്ങൾ സ്ഥാപിച്ചു. ഈ മഠങ്ങളുടെ അധിപരായ സന്യാസി വര്യന്മാരും ശങ്കരാചാര്യർ എന്നാണ് അറിയപ്പെടുന്നത്. ഉപനിഷത്തുകൾ, ഭഗവത്ഗീത എന്നിവയുടെ ഭാഷ്യങ്ങളും വിവേക ചൂടാമണി, വിഷ്ണു സ്തോത്രങ്ങൾ, ഗണപതി സ്തോത്രങ്ങൾ, സൗന്ദര്യലഹരി എന്നിവയും ശങ്കരാചാര്യർ രചിച്ചു. ആദിശങ്കരന്റെ ജന്മദിനം കേരള സർക്കാർ തത്വചിന്തക ദിനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അയ്യങ്കാളി 1863 1941. പുലയ രാജാവ് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച അയ്യങ്കാളി അധസ്ഥിതരുടെ അവകാശങ്ങൾക്കു വേണ്ടി ഏറ്റവും ധീരമായി പൊരുതിയ നേതാവാണ്. 1863 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു. 1905 സാധുജന പരിപാലന സംഘം രൂപവൽക്കരിച്ചു. ഇത് പിൽക്കാലത്ത് പുലയർ മഹാസഭയായി. 1910 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അദ്ദേഹം തുടർച്ചയായി 25 വർഷക്കാലം പ്രജാസഭ അംഗമായിരുന്നു. അയ്യങ്കാളിയുടെ ശ്രമഫലമായാണ് അധസ്ഥിത വിദ്യാർത്ഥികൾക്ക് വിദ്യാലയ പ്രവേശം അനുവദിച്ചുകൊണ്ട് 1914 തിരുവിതാംകൂർ ഭരണകൂടം ഉത്തരവിറക്കിയത്. കൊല്ലം ജില്ലയിലെ പെരിനാട്ട് നടന്ന ഐതിഹാസികമായ മാറുമറയ്ക്കൽ സമരത്തിനും നേതൃത്വം നൽകിയത് അയ്യങ്കാളിയായിരുന്നു. 1941 ജൂൺ 18 അന്തരിച്ചു. സഹോദരൻ അയ്യപ്പൻ 1890 1968. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച മഹാപുരുഷനാണ് സഹോദരൻ അയ്യപ്പൻ. 1890 കൊച്ചിക്കടുത്ത് ചെറായിയിൽ ജനിച്ചു. ശ്രീനാരായണ ഗുരുവുമായി അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അടുത്തു പരിചയപ്പെട്ടു. വിദ്യാഭ്യാസകാലത്ത് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചു. 1917 മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിക്കുകയും സഹോദര സംഘം സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സഹോദരൻ. 1985 സെപ്റ്റംബർ 29 സഹോദരൻ അയ്യപ്പന്റെ ചെറായിയിലുള്ള ജന്മഗൃഹം ഗവൺമെന്റ് ഏറ്റെടുത്ത് സ്മാരകമാക്കി. ആഗമാനന്ദൻ 1896 1961.
കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച കൃഷ്ണൻ നമ്പൂതിരിയാണ് 1928 ബാംഗ്ലൂരിൽ വെച്ച് ആഗമാനന്ദൻ എന്ന സന്യാസനാമം സ്വീകരിച്ചത്. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിന് രൂപം നൽകി. 1925 ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ അംഗമായി. 1936 ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജന്മശതാബ്ദി വർഷത്തിൽ ആഗമാനന്ദ സ്വാമി കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. EMS 1909 1998 ബാലറ്റ് പെട്ടിയിലൂടെ ഏഷ്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന സവിശേഷതയിലൂടെ അഖില ലോക പ്രശസ്തി ആർജിച്ച EMS ഭരണതന്ത്രജ്ഞൻ എന്നതിലുപരി സാമൂഹിക പരിഷ്കർത്താവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമർത്ഥനായ വ്യാഖ്യാതാവ് എന്നീ നിലകളിലും മലയാള മനസ്സുകൾ കീഴടക്കിയ യുഗപ്രഭാവനാണ്. 1909 ജൂൺ 14 പെരിന്തൽമണ്ണയ്ക്കടുത്ത് ഏലംകുളം മനയ്ക്കൽ ജനിച്ചു. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. 1932 കേരളത്തിലെ കോൺഗ്രസ് ഡിക്റ്റേറ്റർ എന്ന പദവി സ്വീകരിച്ചു. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ സ്ഥാപകാംഗമായി. AICC അംഗം, KPCC സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1937 മദ്രാസ് നിയമനിർമ്മാണ സഭാംഗമായി. ക്രമേണ കോൺഗ്രസുമായി അകന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകരിൽ ഒരാളായി. 1941 മുതൽ അതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1957 കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി. വീണ്ടും 1967 അധികാരത്തിൽ. കേരളം മലയാളികളുടെ മാതൃഭൂമി, ഗാന്ധിയും ഗാന്ധിസവും, ഇന്ത്യ അണ്ടർ കോൺഗ്രസ് റൂൾ, കേരള എസ്റ്റർഡേ, ഇത് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ദി സോഷ്യലിസ്റ്റിക് പാറ്റേൺ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ചട്ടമ്പി സ്വാമികൾ. ലോകത്ത് അദ്വിതീയ സ്ഥാനം നേടിയ ആധ്യാത്മിക ആചാര്യനാണ് ചട്ടമ്പി സ്വാമികൾ. കൊല്ലവർഷം 1029 ചിങ്ങം 19 തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിൽ ജനിച്ചു. യഥാർത്ഥ പേര്